ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായ തന്ത്രി താഴമൺ മഠത്തിൽ കണ്ഠരര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തായി. അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാനിവിടെ വിവരിക്കാം. മാധ്യമങ്ങളിലൂടെ അതിപ്പോൾ ഏതാണ്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്നാലും അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇവിടെ പ്രേക്ഷകരുടെ അറിവിലേക്കായി പങ്കുവയ്ക്കാം. ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ആദ്യത്തെ ആരോപണം. പ്രതിക്ക് ജാമ്യം നൽകരുതെന്നും SIT വാദിക്കുന്നു. കാരണം ആത്മീയ പരിവേഷവും സ്വാധീനവും ഉപയോഗിച്ച് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് കോടതിയിൽ SIT വാദിച്ചു. മാത്രമല്ല, ഈ ഉന്നത തലങ്ങളിൽ സ്വാധീനമുള്ള ആളാണ് തന്ത്രി. അതുകൊണ്ട് തന്നെ ഉന്നത തലങ്ങളിലെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാനും തെളിവ് നശിപ്പിക്കാനും ഒക്കെ തന്ത്രി ശ്രമിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നാണ് ഈ SITയുടെ ആവശ്യം. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട്. അതിനെക്കുറിച്ചും വിശദമായി അന്വേഷിക്കണം. ശബരിമലയിലെ സ്വത്തുക്കൾ തന്ത്രി അപഹരിച്ചു. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തി. അതിനാൽ തന്നെ തന്ത്രിക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നാണ് SITയുടെ വാദം. മാത്രമല്ല, പ്രതികളുടെ കൂട്ടുത്തരവാദിത്വത്തെക്കുറിച്ച് അന്വേഷിക്കണം. SIT അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്ത്രി ആചാരലംഘനം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളിയായി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് നിർദ്ദേശപ്രകാരം സ്വർണ്ണപ്പാളി നൽകിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല. അതിന് മൗനാനുവാദം കൊടുത്തു. ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രി ക്ഷേത്ര ചൈതന്യം കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ ഇവിടെ പെരുമാറിയത് അതിന് വിരുദ്ധമായിട്ടാണ് എന്നും SITയുടെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. SIT ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തെ കൊട്ടാരക്കര വിജിലൻസ് കോടതി, കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജ്, അത് കൊട്ടാരക്കരയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഡോക്ടർ CS മോഹിത് എന്ന വിജിലൻസ് കോടതി ജഡ്ജിന് മുമ്പാകെ തന്ത്രിയെ SIT ഹാജരാക്കിയത്. ജഡ്ജിയുടെ ക്വാർട്ടേഴ്സിലാണ് തന്ത്രി രാജീവരെ എത്തിച്ചത്. തുടർന്ന് കോടതി വാദം വിശദമായി കേട്ടതിനു ശേഷം റിമാൻഡ് ചെയ്യുകയായിരുന്നു. തന്ത്രി അതേസമയം ഇവിടെ കൊണ്ടുവരികയും 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഈ കോടതിയിൽ എത്തിച്ചതിന് ശേഷം മടക്കി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങൾ തന്ത്രിയോട് പ്രതികരണം ആരാഞ്ഞു. അദ്ദേഹം പ്രതികരിച്ചു, താൻ നിരപരാധിയാണ്, തന്നെ കുടുക്കിയതാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഉറപ്പ് എന്ന മറുപടിയാണ് തന്ത്രി നൽകിയത്. അതേസമയം മറ്റ് കാര്യങ്ങളൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. അതിനൊന്നും മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങളും വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. അദ്ദേഹത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ റിമാൻഡ് റിപ്പോർട്ട് വിശദമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് SIT ഉന്നയിക്കുന്ന പല ആരോപണങ്ങളിലും കഴമ്പുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു തന്ത്രിയെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? ഈ കൊള്ളയുടെ സമഗ്രമായ ചിത്രം കിട്ടുമോ? ഇതിലെ തൊണ്ടി മുതൽ തിരിച്ചെടുക്കാൻ സാധിക്കുമോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഉത്തരമില്ല. എന്തായാലും 6 ആഴ്ച കൂടി അന്വേഷണത്തിന് നീട്ടി നൽകിയിട്ടുണ്ട് കോടതി എന്നുള്ളതാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ SITക്ക് 6 ആഴ്ച കൊണ്ട് തൊണ്ടി മുതൽ കണ്ടെടുത്ത് മറ്റു കൂട്ടുപ്രതികളെ ഇതിനകത്ത് ഗൂഢാലോചനയിലും ഈ തട്ടിപ്പിലുമൊക്കെ നേരിട്ട് പങ്കെടുത്ത മറ്റു കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒരു പക്ഷേ അതിന് കഴിഞ്ഞേക്കും. കാരണം SITക്കാണ് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നത്. അവർ ശേഖരിച്ച തെളിവുകളും മറ്റു കാര്യങ്ങളും അവരുടെ കൈവശം മാത്രമാണുള്ളത്. അത് കോടതിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ 6 ആഴ്ചത്തെ സമയം കൂടി അനുവദിച്ചത്.
ഇനി ഉയരുന്ന ചോദ്യം, ഈ തന്ത്രിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്ത്രിയുടെ മൗനാനുവാദം ഇതിനുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് തടയാമായിരുന്നു, അദ്ദേഹം അത് തടഞ്ഞില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തുടക്കം തൊട്ടേ ബന്ധം പുലർത്തുന്നതും ഒക്കെ തന്ത്രിയാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ കേസിലുള്ള പങ്കാളിത്തം വെളിപ്പെടുത്തുന്നതാണ്, അതിനെക്കുറിച്ച് സംശയങ്ങളും ദുരൂഹതകളും ഉണർത്തുന്നതാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലായി, റിമാൻഡിലാണ്. ഇനി മറ്റു കാര്യങ്ങളൊക്കെ തുടർന്ന് നടക്കട്ടെ. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം, ഒരു തന്ത്രിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ ഇതൊക്കെ? ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ഒക്കെ പിടിയിലായി. എന്തേ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SITക്ക് അക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? മുൻ ദേവസ്വം മന്ത്രിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ എന്തിനാണ് അദ്ദേഹം ഈ വകുപ്പ് കൈകാര്യം ചെയ്തത്? അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് ശബരിമലയിൽ മാത്രമല്ല, മിക്ക ക്ഷേത്രങ്ങളിലും, ദേവസ്വം ബോർഡിൻ്റെ മിക്ക ക്ഷേത്രങ്ങളിലും വലിയ തട്ടിപ്പുകളും കൊള്ളകളും നടന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഈ പഴയ വിളക്കുകൾ ഉൾപ്പെടെ ഈ ക്ഷേത്രത്തിലേക്ക് കാണിക്കയായി വന്ന പല ലോഹപാത്രങ്ങളടക്കമുള്ളവ വിറ്റ് കാശാക്കാൻ ദേവസ്വം ബോർഡ് ആലോചിച്ചിരുന്നു. അത് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സർക്കാർ അതിൽ നിന്ന് പിന്നാക്കം പോവുകയായിരുന്നു. ഇതൊക്കെ പ്രതിപക്ഷം ഇപ്പോഴും ആരോപിക്കുന്നുണ്ട്. ഇങ്ങനെ അമൂല്യമായ വസ്തുക്കൾ ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഇതിൻ്റെ വില നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, മ്യൂസിയങ്ങളിലേക്ക് കടത്തി കാശുണ്ടാക്കി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ആ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ അത് വളരെ വ്യക്തമാണ് താനും. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്ത്രി വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യാതെ പോവുകയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ട് നമ്മളോട് പറയുന്നത്. തന്ത്രിക്ക് പല കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ അറിയാമായിരുന്നു, തന്ത്രി അത് തടഞ്ഞില്ല. ഒപ്പം തന്നെ ആചാരലോപത്തിന് കൂട്ടുനിന്നു, ആചാര ലംഘനം അവിടെ നടന്നിരിക്കുന്നു. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തന്ത്രിയുടെ ഈ കേസിലുള്ള പങ്കാളിത്തം വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായിട്ട് ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയാണ് SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാതെ തിരിച്ചെത്തിക്കാൻ SITക്ക് കഴിയട്ടെ. അത് SIT ആ കേസിൽ, ആ അന്വേഷണത്തിൽ വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇവിടെ ഇനി തന്ത്രി വീണു, ഇനി അടുത്തതാര്, മന്ത്രിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.